നാസയുടെ വലിയൊരു ദൗത്യം 22 മാസം കൊണ്ട് ചൊവ്വയിലെത്തുന്ന ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ജെഫ് ബെസോസിനെ നമുക്കറിയാം, ആമസോണിന്റെ സ്ഥാപകനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ജെഫ് ബെസോസ്. അദ്ദേഹം എലോൺ മസ്കുമായിട്ട്, മറ്റൊരു ലോകത്തിലെ വലിയ കോടീശ്വരനുമായിട്ട് മത്സരത്തിൽ എത്തി എന്നുള്ളതിന്റെ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ജെഫ് ബെസോസിന്റെ ന്യൂ ഗ്ലെൻ എന്ന റോക്കറ്റ്, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് ബ്ലൂ ഒറിജിൻ എന്നാണ്. ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ന്യൂ ഗ്ലെൻ എന്ന റോക്കറ്റിലേറിയാണ് നാസ 2 ഉപഗ്രഹങ്ങൾ ചൊവ്വയിലേക്ക് യാത്ര അയച്ചിട്ടുള്ളത്. അത് 2 മിനിറ്റ് കൊണ്ട് കത്തി ജ്വലിച്ച് അതിന്റെ മുന്നിലത്തെ ഭാഗം അത് വെച്ചാൽ 2 ഉപഗ്രഹങ്ങളെ തള്ളിവിട്ടു ബഹിരാകാശത്തേക്ക്. അതിനി യാത്ര ചെയ്ത് 22 മാസം കൊണ്ട് ചൊവ്വയിലെത്തും. 11 മാസം ചൊവ്വയ്ക്ക് ചുറ്റും അത് കറങ്ങി നടക്കും. എന്ന് മാത്രമല്ല, ചൊവ്വ ഇപ്പോൾ ഒരു വരണ്ട ഉപഗ്രഹമായി മാറിയിരിക്കുകയാണ്. നേരത്തെ നല്ല നനവൊക്കെ ഉണ്ടായിരുന്ന ഇതാണ്. അത് എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതിനടക്കം 11 മാസം അവിടെ ഗവേഷണം നടത്തും. എന്തായാലും എലോൺ മസ്ക് 500-ലേറെ തവണയാണ് റോക്കറ്റുകൾ, ഈ ബൂസ്റ്റർ റോക്കറ്റ് അയച്ച് അത് തിരിച്ച് കടലിൽ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദൗത്യം ജെഫ് ബെസോസിന്റെ പരാജയപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ദൗത്യം വിജയിച്ചു എന്ന് മാത്രമല്ല, ഈ ബൂസ്റ്റർ 10 മിനിറ്റ് കൊണ്ട് അറ്റ്ലാന്റിക് കടലിന്റെ അടുത്തുള്ള ജാക്വലിൻ എന്ന ഡെക്കറിൽ വന്നിറങ്ങി. ജാക്വലിൻ ജെഫ് ബെസോസിന്റെ അമ്മയുടെ പേരാണ് ജാക്വലിൻ. അവിടെ വന്നിറങ്ങി. അതോടെ ഇനി ജെഫ് ബെസോസും എലോൺ മസ്കും, ലോകത്തിലെ ഏറ്റവും 2 വലിയ കോടീശ്വരന്മാർ തമ്മിലായിരിക്കും ബഹിരാകാശ യുദ്ധം, ഒരു മത്സരം നടക്കുക എന്ന് വ്യക്തമാവുന്നു. SKN ഒരുപക്ഷെ ബഹിരാകാശ രംഗത്ത് ഈ മത്സരം ഉണ്ടാവും, നല്ലതാണ്, ചെലവ് കുറയും. എന്ന് മാത്രമല്ല, ഈ റോക്കറ്റുകൾ റീയൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയ തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഇതിനു വേണ്ടിയുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഇത് ചെയ്യാനാണ് സാധ്യത.